നമസ്കാരം. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്താണുള്ളത്. ഇന്നലെ നമ്മൾ മഹാരാഷ്ട്ര കയറിയെടുത്ത് കുറച്ച് വഴി മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുലൈ വരെ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല വഴിയായിരുന്നു. പിന്നെ നമ്മുടെ കർണാടകാട്ട് വഴി വണ്ടി വിടുന്നില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ വഴിയൊക്കെ തിരിച്ചു വിട്ടേക്കുന്നതുകൊണ്ട് വീണ്ടും വഴി മോശമായിരുന്നു. ഈ കർണാടകാട്ടൊരു വലിയ ഘാട്ടം, 1.5 ഘാട്ടാണ്. അതുവഴി എപ്പോൾ വന്നാലും വഴി ബ്ലോക്കാവും. അവിടെ എപ്പോഴും അപകടങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് അത്. അതുകൊണ്ട് തന്നെ ഇപ്പം ലോറികളൊന്നും അതിലെ കടത്തി വിടുന്നേ ഇല്ല. ലോറികൾ ഒരു 3-4 മാസമായിട്ടാണ് കടത്തി വിടാത്തത്. അതെന്തോ കോർട്ട് ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ലോറികൾ അതിലെ വിടുന്നില്ല. ഈ വഴി എപ്പോഴും ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ വണ്ടികളെല്ലാം അവിടുന്ന് ഈ ചാലീസ്ഗാവിൽ നിന്ന് തിരിഞ്ഞ് വേറെ പല വഴിക്കായിട്ടാണ് വരുന്നത്. ആ വഴിയെല്ലാം ആകെപ്പാടെ മോശം വഴിയാണ്. സ്റ്റേറ്റ് ഹൈവേയും അല്ലാതെയുള്ള വഴികളൊക്കെ ആയിരുന്നു. അതെല്ലാം ഈ വണ്ടികളെല്ലാം ഓടി മൊത്തം വഴികളെല്ലാം പോയി. അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഇങ്ങോട്ട് വന്ന് ഓടിയ എല്ലാ വഴി ഈ ഔറംഗാബാദ് എത്തുന്നിടം ഒരു കുറച്ച് മുമ്പ് ഒരു 50 കിലോമീറ്റർ പുറകെ വരെ വഴി വളരെ മോശമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കർണാടകാട്ടിന് ടണൽ പണിയുന്നുണ്ടെന്നാണ് പറഞ്ഞ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ടണൽ വന്നു കഴിഞ്ഞാൽ നേരെ ഔറംഗാബാദിലേക്ക് പെട്ടെന്ന് എത്താം. അന്ന് പോയപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ മിക്കവാറും ഇതിവിടെ ടണൽ ഇനി വരും. അതെങ്ങാനും ഇനി മന്ത്രി കേട്ടിട്ടാണോ അവിടെ ടണൽ പണിയുന്നത്? അതെ അതെ, ടണലിൻ്റെ പണി തുടങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പം നമ്മൾ ഹൈവേ വന്ന് കയറി. ഇനി മൊത്തം നല്ല വഴിയാണ്. ഇവിടെ ഇത് മാർക്കറ്റ് ഹൗസാണെന്ന് തോന്നുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതേ ലെഫ്റ്റിലേക്ക് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ ആണ്. ഈ മോളിൽ കൂടെ പോകുന്നതാണ് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ, അല്ലെങ്കിൽ സമൃദ്ധി എക്സ്പ്രസ് വേ. ഇന്നത്തെ ആദ്യത്തെ ടോള. ഇവിടെ 1-2 കടയൊക്കെ കാണുന്നുണ്ട്. അപ്പം ഒരു ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ ചേട്ടായി ചായയൊക്കെ കിട്ടുമോ എന്നറിയാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ചായ ഉണ്ടോ? ചായ ഉണ്ടാക്കി തരും. ചായ ഇട്ട് തരുമോ? BS4 വണ്ടികളും BS6 വണ്ടികളൊക്കെ ആയപ്പോഴേ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആർട്ട് ബ്ലൂ ആയത് ഈ ഇരിക്കുന്ന മൊത്തം. ഇപ്പോൾ വഴിസൈഡിലെ കടയിലും പമ്പിലും എല്ലായിടത്തും കിട്ടുമല്ലോ. പമ്പിലൊക്കെ കിട്ടും. നേരത്തെ പമ്പിലൊന്നും ഇല്ലായിരുന്നു. എന്നാന്നും കൂടെ ചോദിച്ച ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ആദ്യം പോയപ്പോഴൊക്കെ ഒത്തിരി പ്രാവശ്യം പമ്പിൽ കയറിയിട്ടൊക്കെ തപ്പി നടന്നില്ലേ ഓരോരുത്തടുത്ത്. ചേട്ടായി വലിയ ഗ്ലാസ്സിലൊക്കെ തരാൻ പറയുന്ന കേട്ടായിരുന്നല്ലോ. അല്ല, എന്നോട് വലിയ ഗ്ലാസ് വേണമെന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വലിയ ഗ്ലാസ് അതാ. അപ്പോൾ ചെറിയ ഗ്ലാസിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ചെറിയ ഗ്ലാസ് മേടിച്ചായിരുന്നു. ഒരു ബിസ്ക്കറ്റ് മുക്കാൻ പോലും കാണുകയില്ലായിരുന്നു. വേഗം 2-3 ബിസ്ക്കറ്റൊക്കെ മുക്കാം. പാർലെ ബിസ്ക്കറ്റും ചായയും. അതെ. അപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു. നല്ല വെയിലാട്ടോ. പോയേക്കാന്നാ. നീ കാപ്പി തന്നെ കുടിക്കുന്നേ? കാപ്പി കടയിൽ കഴിക്കണോ? അല്ലെങ്കിൽ എന്നാലും ചെറുതായിട്ട് ഉണ്ടാക്കി കഴിച്ചാലോ? ബ്രെഡ് ഇരിപ്പുണ്ട്, വേണേ ബ്രെഡും ജാമും കഴിക്കാം. അല്ലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അങ്ങനെ വേണേലും കഴിക്കാം. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പോൾ ഇഡ്ഡലിയും ദോശയും കിട്ടാൻ പാടാ. ലെവലിലെ കർണാടക കയറിയേ കിട്ടും. കർണാടക കയറി കിട്ടും. സോലലൻ്റെ ഷോറൂമാണ്. ഇവിടെ എല്ലാം ഒത്തിരി ഫ്ലാറ്റുകളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഔറംഗാബാദിൻ്റെ ബൈപ്പാസിൽ കൂടെ നമ്മൾ പോകുന്നത്. ഔറംഗാബാദും വലിയ ടൗണാണ്. മഹാരാഷ്ട്രയിലേക്ക് കയറിയ പിന്നെ ഇഷ്ടംപോലെ മലകളൊക്കെ കാണാൻ. ഇങ്ങനെ ഉണ്ടോ? ഇവിടെ ഈ ഹൈവേ പണിയുന്നതിന് മുമ്പും ഭയങ്കര കയറ്റമായിരുന്നായിരിക്കുമല്ലോ അല്ലേ? ചെറിയ വഴിയായിരുന്നു. മഹാരാഷ്ട്രയിലെ റോഡുകളെല്ലാം ചെറിയ കയറ്റമിറക്കം ഉണ്ടാവും. ചെറിയ ചെറിയ മലകളും ഒക്കെയാണ്. ഇത് മൊത്തം സോളാറാണല്ലോ അവിടെ വെച്ചേക്കുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിറച്ച് സോളാറാണ്. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളം പോലെ തന്നെ തെങ്ങൊക്കെ നിൽപ്പുണ്ട്. സോളാപൂർ 313, ഒസ്മാനാബാദ് 246, വീട് 129, NH 52. നമ്മൾ ഇന്നലെ ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം വന്ന NH 53 ഇപ്പം നമ്മൾ 52 കയറി. ഔറംഗാബാദ് ടൗൺ ആണ് അതിലെ കാണുന്നത്. ഈ മലക്ക് ഇങ്ങനെ ചുറ്റിയാണ് നമ്മൾ പോകുന്നത് അല്ലേ? അതെ അതെ, മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങി അങ്ങ് പോവാം. ഇതുണ്ട് ആ കാണുന്ന സാധനമേ. അതിൽ ഇങ്ങനെയുള്ളിടത്തൊക്കെ പണ്ട് ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് രാത്രി പോലീസ് ഡ്യൂട്ടിക്ക് ഉണ്ടാവും. ഈ കള്ളന്മാർ ശല്യമൊക്കെ നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ ഒന്നും ഇതേ പോലീസുകാരൊന്നും ഡ്യൂട്ടിയിലൊന്നും ഇല്ല. ഇപ്പം ആരും നിൽക്കുന്നില്ല. അതല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഔറംഗാബാദ് ടൗൺ ഉണ്ടോ അങ്ങ് വരെ പടർന്ന് കിടക്കുന്ന, അങ്ങ് ഒത്തിരി അകലെ വരെ ഇട്ട് വലിയ ടൗണാണ്. ശരിക്കും ഇന്നലെ ഈ വഴി വന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ ഓടിയെത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. വഴി മോശമായിരുന്നേലും പക്ഷെ വഴിയും കൂടെ നല്ലതാണെങ്കിൽ സൂപ്പർ വഴിയായി ഈ റൂട്ട്. ആ ടണലും കൂടെ വന്നാൽ അടിപൊളിയായിരിക്കും. പിന്നെ മറ്റേ നമ്മൾ പെത്ത് വഴി പോകുന്നതിലും ഇച്ചിരി ചിലവ് കൂടുതലായിരിക്കും. ടോള് കൂടുതലുണ്ട് ഈ വഴിക്ക്. പെത്ത് വഴി വരുമ്പോൾ പിന്നെ ടോളുകളൊക്കെ കുറവാണ്. പിന്നെ കുറച്ച് കയറ്റമുണ്ട്. വെച്ച് നോക്കുമ്പം ഇതാ മെച്ചമെന്ന് തോന്നുന്നു. എല്ലാ വീടുകളും ഒരുപോലെ ഇരിക്കുന്നല്ലേ? ഇവിടുത്തെ സ്റ്റൈൽ ഇങ്ങനെയാണല്ലോ.
നമ്മുടെ അവിടെ ഷെയ്ഡ് ഇല്ലാതെ പണിത എന്തോ ഒരു അല്ലെ അഭംഗിയല്ലേ. ഇവിടെ ഒറ്റ വീടിന് ഷെയ്ഡ് കുറവാ. ഷെയ്ഡ് അതിനു വേണ്ടി തന്നെയല്ലോ. കേരളത്തിൽ പെയ്യുന്ന പോലെ മഴ ഇവിടെ അത്രയൊന്നും പെയ്യുന്നില്ലല്ലോ. എപ്പോഴും ഒരു സമയത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് സത്താറ. ഇവിടെ ഒരു സത്താറ ഉണ്ടല്ലോ, സത്താറ തണ്ട. ബോംബെയിലും ഒരു സത്താറയില്ലേ? ബോംബെയിലാണ്, പൂനെ. ആ പൂനെക്ക് മുമ്പ്. എന്നാലും മഞ്ഞും തണുപ്പും ഒക്കെ പോയി, നല്ല ചൂടായി. കയ്യിലോട്ടെ വെയിലടിച്ചിട്ട് നല്ലപോലെ ചൂടെടുക്കുന്നുണ്ട്. പക്ഷെ രാവിലെയും വൈകുന്നേരവും നല്ല തണുപ്പുണ്ട്. തണുപ്പാ. ഇനി അങ്ങോട്ട് തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും, ഇനി ചൂടായിരിക്കും. അയ്യോ അതെ, ഇനിയിപ്പം യാത്ര വരുന്ന കാര്യമേ ഭയങ്കര കഷ്ടമാണ്. ചൂടും പൊടി. പിന്നെ നമ്മൾ കാശ്മീരിനൊക്കെ പോവാണെങ്കിൽ ഫെബ്രുവരി മാർച്ചൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പോലീസിന്റെ ചെറിയ പിരിവായിരുന്നു. ഒരു തമിഴ്നാട് വണ്ടി അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതെ അതെ. ഓ ആ മാഡം എന്നോട് ചോദിച്ചു, മാഡം വരുന്നു. ആ നടുക്ക് നിന്നാ കൈ കാണിക്കുന്നേ പോലീസുകാരെ. അതെ, ആ നടുക്ക് നിന്നാലേ ഉള്ളൂ രണ്ട് സൈഡിലോട്ടുള്ള വണ്ടിയും കിട്ടത്തുള്ളൂ. ശരിയാ. ആ സൈഡിൽ നിന്ന് ആ സൈഡിലുള്ള വണ്ടിയല്ലേ കിട്ടുള്ളൂ. രണ്ടുപേരേ ഉള്ളൂ താനും. അതെ, നമ്മുടെ 2-3 ഫോളോവേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നിർത്താൻ പറഞ്ഞു അവർക്ക് ഫോട്ടോ എടുക്കാൻ. ആ വണ്ടിയുടെ എടുക്കാനോ നോക്കിയേ അഭ്യാസം കാണിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വരുമായിരുന്നു തോന്നുന്നു. ആ അതെ, കാളവണ്ടി വന്നു. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ചായ കുടിക്കാതെ ഇപ്പോൾ വിടുകയല്ല. അപ്പോൾ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. കട്ടിലിരിക്കുന്നോ? അതെ, ഇവിടെ ഇരിക്കുന്നു, കസേരയിലിരിക്കുന്നു. കസേര വരുന്നു. രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കാനാണ്. ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ചായ രാവിലെ കുടിച്ചതുള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാ ഇവിടെ ഇരിക്കാൻ കുറച്ച് സമയം. നമ്മുടെ ചായ ഒന്ന് കേട്ടോ. രണ്ടാമത്തെ ചായ രാവിലെ. രണ്ടാമത്തെ ഒരു ചായ പോലും കുടിക്കലെങ്കിൽ ഞാനാ ഇപ്പം 2-3 ചായയൊക്കെ ആയി ഡെയിലി. ഞങ്ങൾ ചായയൊക്കെ എല്ലാവരും കൂടെ കുടിച്ചു. നല്ല നീറ്റ് ഹോട്ടലാണിത് കേട്ടോ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോഴേ അവർ 3 പേരും പോയി. പിള്ളേർ പോയി, അവര് ചായ കുടിച്ചിട്ട് പോയി നമ്മുടെ ഇവിടെ. അപ്പം പുള്ളിയെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം പുള്ളിക്ക് 2-3 ലോറി ഉള്ളതാ. അപ്പോൾ പുള്ളിയോട്ട് ഇങ്ങനെ സംസാരിച്ചു. പുള്ളി പറഞ്ഞു മലയാളി ഒരാൾ ഇവിടെ ലോറി ഓഫീസുള്ളതുണ്ട് ഔറംഗാബാദിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ വിളിച്ചു തന്നു സംസാരിച്ച് പുള്ളി ഏത് വണ്ടിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുത്തേട്ട് വണ്ടിയാണ്. ഞാൻ വീഡിയോ കാണുന്ന അവിടെ നിൽക്കും, ഇപ്പം വരാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, പുള്ളി ഇപ്പം വരും. അപ്പോൾ അതെ, ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രദീപേട്ടനും ലിനിച്ചേട്ടനും. അപ്പോൾ ലിനിച്ചേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്, മലയാളിയാണ്. പ്രദീപേട്ടൻ പിന്നെ മലയാളിയാണ്. അപ്പോൾ പ്രദീപേട്ടൻ ഇവിടെ 2 പേർക്ക് ഇവിടെ ടയർ കടയുണ്ട്, പിന്നെ ലോറി ബുക്കിംഗ് ഓഫീസും ഉണ്ട്. ശ്രീകൃഷ്ണ ട്രാൻസ്പോർട്ട് അല്ലേ? അപ്പോൾ അതൊക്കെ വരുന്ന വണ്ടിക്കാർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പം എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മലയാളി ഇവിടെ ലോറി ഓഫീസ് ഉണ്ടെന്ന്. അപ്പം വണ്ടിക്കാരൊക്കെ വരികയാണല്ലേ, ഔറംഗാബാദ് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ നാട്ടിലേക്കാണോ? അതെ, അല്ല കേരളത്തിലേക്കാണോ ലോഡ് കൂടുതൽ? കേരളം, തമിഴ്നാട്, അതാണ് മെയിനായിട്ടുള്ളത്. അപ്പം വരുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇങ്ങോട്ടെ ഞങ്ങൾ ഒരു ട്രിപ്പ് വരാം, ഔറംഗാബാദിനായിട്ട് വരാം. അതെ അതെ. ആരിഫ് ഷെയ്ഖ് എന്ന് അദ്ദേഹത്തിന്റെ പേര്. വീട് ഇവിടെ അടുത്ത് തന്നെയാണ് വീടും. പുള്ളിക്ക് വണ്ടിയുള്ള 16 വീലും 14 വീലും ഒക്കെ 2-3 വണ്ടിയുള്ള ആളുകളോ. അതെ അതെ. അപ്പോൾ ഓക്കെ. അപ്പോഴേ ആ പിള്ളേരെ 3 പേരെ കണ്ടതാ. സമയം എത്ര പോയെന്ന്. അതെ അതെ, ഇവരെ പരിചയപ്പെടാൻ പറ്റിയതുകൊണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഔറംഗാബാദിൽ നമുക്ക് കണക്ഷൻ ആയി കേട്ടോ, ബന്ധുക്കാരായി. അതെ. താഴെ കാണുന്ന നാരകമാണെന്ന് തോന്നുന്നു, നാരങ്ങ, ചെറുനാരകമാണെന്ന് തോന്നുന്നത്. അതെ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പടുതാക്കുളം അല്ലേ അത്? വലിയൊരു പടുതാക്കുളമാണ്. പഞ്ചാബിൽ കണ്ട പടുതാക്കുളം വെച്ച് നോക്കിയാൽ ഇതൊന്നും അല്ല കേട്ടോ. അതിന് നല്ല താഴ്ചയുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് കയറിയപ്പോഴേ കരിമ്പ് വണ്ടി ഇഷ്ടം പോലെ വരുന്നുണ്ടെന്ന്. കരിമ്പിന്റെ സീസണാ. അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലായിരുന്നു, എന്ത് കരിമ്പ് വണ്ടികളായിരുന്നു. ഹൈദരാബാദ് 533 കിലോമീറ്റർ. മാതളനാരകമാണ് നിൽക്കുന്നത്. കായ്ക്കാൻ തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. ഉണ്ടുണ്ട്, പൂവുണ്ട് അതിൽ. പൂവുണ്ട്. ഇങ്ങോട്ട് ഇഷ്ടംപോലെ പടുതാക്കുളം ഉണ്ടല്ലോ.
ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതുണ്ട്, ഇത് മാതളനാരും നിൽക്കുന്ന മുഴുവൻ. അതെ, ഇവിടെ ബടതാക്കുളം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോഴേ മുസമ്പിയുടെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് വഴി സൈഡിൽ കൂടെ എല്ലാം വെച്ചിട്ടുണ്ട്. മുസമ്പി അതെ, ഇവിടുത്തെ ആയിരിക്കും. ഇവിടുത്തെ തന്നെയാണ്. ഒരു കാറ് കിടക്കുന്നുണ്ടോ? തലയും കുത്തി പറഞ്ഞു കിടക്കുന്നത്. അതിന്റെ ടയറൊക്കെ ആരാണ്ട് അഴിച്ചോണ്ടും പോയി. ഈ ഹൈവേയുടെ നടുക്കൂടെ മുഴുവനും ഈ ബോഗൺവില്ല വെച്ച് പിടിപ്പിച്ചേക്കുണ്ടോ. എല്ലാം പൂവ് മാത്രമേ ഉള്ളൂ, ഇല കാണാനില്ല. ഇല്ല, നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങി അന്നേരം തൊട്ട് ഇത് തന്നെയാണ്. ഇവിടെ 560 രൂപ രാവിലത്തെ നല്ല ടോളായിരുന്നു കേട്ടോ. എല്ലാം രാവിലത്തെ 555 അങ്ങനെ കണ്ടായിരുന്നു. വഴി നല്ലതാകുമ്പോൾ ടോളും കൂടും അല്ലേ? വഴി നല്ലതാകുമ്പോൾ ടോള് കാണും, എന്നാലും കുഴപ്പമില്ല. നല്ല വഴിയില്ലേ? നല്ല വഴിയല്ലേ. ഇന്നലെ രാത്രി നമ്മൾ എന്നാ വഴിയെ കൂടെ വന്നത്. കരിമ്പ് കയറ്റാൻ പോകുന്ന വണ്ടിയല്ലേ ഇത്? ട്രാക്ടർ കരിമ്പ് കയറ്റാൻ പോവായിരിക്കും. നോക്കിയേ, ട്രെയിൻ പോലെ പുറകെ കൊളുത്തിയിട്ടേക്കുന്നില്ലേ. അപ്പോഴേ നമ്മൾ വന്ന വഴിക്കെല്ലാം മുസമ്പിയൊക്കെ ഇങ്ങനെ പറിച്ച് വിൽക്കാൻ വെച്ചേക്കുന്നതാണ് വഴി സൈഡിൽ കൂടെ ഒക്കെ. ഇതുണ്ട്. അപ്പോൾ ഇതൊരു മുസമ്പിയുടെ തോട്ടമാണ് ഇത്. അപ്പോൾ നമ്മൾ പഞ്ചാബിൽ നിന്ന് ഓറഞ്ചും കയറ്റിക്കൊണ്ട് വരുന്നു. ഇതേ വഴിയിൽ മഹാരാഷ്ട്ര വന്ന് മുസമ്പി തോട്ടം ഉണ്ട്. ഇതേ അകത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ പറിക്കാറായതാണ്. ഇതൊക്കെ വിളഞ്ഞ് പറിക്കാറായത്. അതുകൊണ്ട് കളറൊക്കെ മാറി മഞ്ഞ കളറാവുന്നുണ്ട്. ഇത് കുറേ ഏരിയ ഉണ്ട് ഇവിടെ അല്ലേ? വന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ. പക്ഷേ കാഴ്ച എടുക്കുന്ന ഇപ്പോൾ ഇത്ര അടുത്ത് ഹൈവേയുടെ സൈഡിൽ കൂടെ പോയപ്പോഴാണ് കണ്ടത്. ഇതെല്ലാം ഓറഞ്ചിൻ്റെയൊക്കെ ഓരോ വകഭേദങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ വെയിറ്റ് കാരണം ഇങ്ങനെ മുട്ടൊക്കെ കൊടുത്ത് നിർത്തിയേക്ക് ഇതിലെല്ലാം. പിന്നെ നമ്മുടെ ലോഡ് നാളെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ പോകുന്ന കണ്ടീഷൻ അനുസരിച്ച് എന്നാൽ നാളെ കഴിഞ്ഞ് രാവിലെ വെളുപ്പിനെ ചെല്ലായിരുന്നു മാർക്കറ്റിലെ. അപ്പം ലോഡ് ഇറക്കേണ്ട പാർട്ടി വിളിച്ചായിരുന്നു. അപ്പോൾ അവിടെ പകൽ ഇറക്കാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം ചെന്നാൽ മതി. വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെ കഴിയും. 8 മണി കഴിയുമ്പോൾ 9 മണിയോട് കൂടി അവിടെ ചെല്ലാവുന്ന പോലെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചോറൊക്കെ വെച്ചിട്ട് പോവാം അല്ലേ? അതുകൊണ്ട് ചോറൊക്കെ വെച്ച് എന്തായാലും കറിയൊക്കെ വെച്ച് പോവാം. പക്ഷേ ഇപ്പം നിർത്തണ്ട, വൈകുന്നേരം വെക്കാം, ഉച്ച കഴിഞ്ഞ് വെക്കാം. അപ്പം അല്ലെങ്കിലും നല്ല തണല് വേണം നിർത്തണമെങ്കിലും. വെളിയിലേ നല്ല ചൂടാ. നല്ല ചൂടെന്ന് പറഞ്ഞാലുവേ വലിയ ചൂടൊന്നും ആയില്ലെന്നേ. നമ്മൾ ഈ തണുപ്പിൽ നിന്ന് വന്നോണ്ടാ നമുക്ക് അത്രയും ചൂട് തോന്നുന്നത്. ശരിയാ. അല്ല ഇപ്പോഴും തണലത്തോടെ നിൽക്കുമ്പോൾ തണുപ്പാ. ഇത് കൊള്ളാലോ. കാളവണ്ടിയുടെ കൂടെ കുറച്ച് ആടിനെ പുറകെ കെട്ടിയിട്ടേക്കാം. അപ്പം അതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും. റോഡിലോട്ട് ഓടിപ്പോവാന്ന് പേടിക്കണ്ടല്ലോ ആട്ടും കുഞ്ഞൊന്നും. അതുകൊണ്ട് ആ കാണുന്നൊരു ഷുഗർ ഫാക്ടറിയാണ്. അപ്പോൾ അതേ അങ്ങോട്ട് കരിമ്പും കൊണ്ട് വന്നേക്കുന്ന ട്രാക്ടറുകളായി കിടക്കുന്നത് മുഴുവനും. ഒത്തിരി എണ്ണം ഉണ്ട്. നോക്കിയേ, ഗോദാവരി നദിയായത്. അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടല്ലോ അതിന്. അതായിരിക്കും ഇങ്ങോട്ട് വെള്ളം കുറവല്ലേ? ഇവിടെ വലിയ വീതിയില്ലല്ലോ നദിക്കല്ലേ? കുറവാ. ഗോദാവരി വലിയ വീതി ഇല്ല. മഹാരാഷ്ട്ര നിന്നല്ലോ ഇത് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാ അങ്ങ് സമയം ആന്ധ്രയിലൊക്കെ വരുമ്പോൾ ഭയങ്കര വീതിയല്ലേ. നദി ഉള്ളതുകൊണ്ടേ അടുത്തുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടോ എന്നാ നല്ല ഇതിലാണ്. അല്ല ഇവിടെ എല്ലാം നല്ല പച്ചപ്പാ, കൃഷിയുടെ സമയമാണ്. ഹോട്ടൽ ഡീസന്റ്. അപ്പോൾ ഡീസന്റ് ഹോട്ടലാണ്. ഇവിടുന്ന് എല്ലാം കഴിച്ചിട്ട് പോകാം. കഴിച്ചിട്ടറിയാം ഡീസൻ്റ് ആണോ അല്ലോ എന്നൊക്കെ കഴിച്ച് നോക്കാം. കുറച്ച് നാളായിരുന്നു ഗാർലിക് നാൻ കഴിച്ചിട്ട്. അപ്പോൾ ഇത്തവണ ഗാർലിക് നാനും വെജ് കീമായും പറഞ്ഞു. ഞാനും ചേട്ടായി ചായ റൊട്ടി തന്നെ. പിന്നെടുത്ത തന്തൂരി റൊട്ടി മേടിക്കാഞ്ഞ് അതുകൊണ്ട് ചപ്പാത്തി മതി. ചപ്പാത്തിയാണോ? അല്ല തവാ റൊട്ടി എന്നല്ലേ നീ പറഞ്ഞത്? പച്ചക്കറി എല്ലാം കൂടെ അരച്ചതാണോ ഇത്? ഒരു പച്ചക്കറി ഇതിനകത്ത് കാണാനില്ല. കീമ അല്ലേ? കീമ എന്ന് പറയുമ്പോൾ അതെല്ലാം ചെറിയ ചെറിയ കീമ എന്ന് പറയുന്നതല്ല. ചായബ്രോ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏറ്റിട്ടുണ്ട്. ചായബ്രോയെ നല്ല റോഡേ കൂടെ കിടന്നുറങ്ങിയോണ്ട് നല്ലപോലെ ഉറങ്ങാൻ പറ്റി. നമ്മളാണെങ്കിൽ ആ കട്ടറിനകത്ത് കിടന്നുറങ്ങിയോണ്ട് ഉറക്കം ശരിയായില്ല. 3-4 ദിവസം അവിടെ പഞ്ചാബിലെ ലോഡില്ലാതെ കിടന്നപ്പം ചോറൊക്കെ വെച്ച് കഴിച്ച് എല്ലാവരും ചോറ് കഴിച്ച് മടുത്തായിരുന്നു. എനിക്ക് പക്ഷേ വൈകിട്ട് ഇച്ചിരി ചോറ് വെക്കണം കേട്ടോ, അല്ല രക്ഷയില്ല. റൊട്ടി വലിയ പാടാ. റൊട്ടിയും ചപ്പാത്തിയൊക്കെ വലിയ പാടാ. വൈകിട്ട് എന്നാലും വെച്ചേക്കാം, ചോറ് വെച്ചേക്കാം. നമ്മളിപ്പോൾ പോകുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് കഴിഞ്ഞ് ബീഡ്, ഷോളാപ്പൂർ, ബീജാപ്പൂർ ആ റൂട്ടിലാണ് പോകുന്നത്. NH 52 ഈ സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ ആ ലോറി പോവാണേ വെയിലടിക്കുമല്ലോ കേട്ടോ. അവരുടെ മറവ് പറ്റി ഇങ്ങനെ പോയാലോ. അങ്ങനെ തന്നെ പോയാൽ മതി. അങ്ങനെ നോക്കൂ. തോട്ടത്തിൽ നിന്ന് അതേ കരിമ്പും ഒക്കെ ആയിട്ട്
ഒരു കാളവണ്ടി വരുന്നുണ്ട്. ഇതുണ്ടോ രണ്ടുപേരും രണ്ട് സൈഡിലോട്ടാണല്ലോ വലിക്കുന്നത്. അത് കൊള്ളാലോ. അവർക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയല്ല കേട്ടോ. നോക്കി ഓക്കെ, കഴുത്തെ മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഓടുന്നോട്ട് ഇവര് പിന്നെ തോട്ടത്തിൽ നിന്ന് കാളവണ്ടിയെ കയറ്റി ഈ കരിമ്പൊക്കെ കൊണ്ട് ഷുഗർ ഫാക്ടറി കൊടുത്തിട്ട് തിരിച്ച് കുറച്ച് കാളയ്ക്ക് കഴിക്കാനുള്ള കരിമ്പും കൊണ്ട് ഇങ്ങനെ പോരുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ തൽക്കാലത്തേന് ഇവിടെ താമസിക്കുന്നതാണ്. ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിലെ പിന്നെ കരിമ്പ് സീസൺ സമയത്ത് അല്ല കരിമ്പിൻ്റെ തോട്ടത്തിലേ പണിയാൻ വേണ്ടിയിട്ട് ഇത് വെട്ടാൻ വേണ്ടിയിട്ട് വരുന്ന. അപ്പോൾ ഇവിടുത്തെ പണി ഇനി കുറച്ച് ദിവസം ഇവിടെ കാണുള്ളതെന്ന് പറഞ്ഞത്, 10-15 ദിവസം. അത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. അത് കഴിയുമ്പോൾ അടുത്ത തോട്ടത്തിൽ പോവും, അവിടെ പണി കഴിയും. അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോകും. അങ്ങനെ 6 മാസം ഇവർക്ക് കരിമ്പിന്റെ പണിയുണ്ട്. 6 മാസം കഴിഞ്ഞ് അവരുടെ നാട്ടിൽ തിരിച്ചു ചെല്ലുള്ളൂ. ഇപ്പൊ ഇവര് ഒരു 10-20 കിലോമീറ്റർ അപ്പുറം ഉള്ളവരാണെന്നാ പറഞ്ഞത്. ഇവര് ഈ കാളയൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ട്, എല്ലാം നല്ലപോലെ ഇരിക്കുന്നത്. ഇവിടെ കഴുത്തേൽ എല്ലാത്തിൻ്റെയും കഴുത്തേലും മിക്കതിൻ്റെയും മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉണ്ട് തൽക്കാലം ഇതിനകത്തും. പിന്നെ അപ്പുറത്ത് ഷെഡുണ്ട്, അവിടെയൊക്കെ ആയിട്ട് ഇവരെല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഈ പ്ലാസ്റ്റിക് പടുതയ്ക്കകത്ത് ഈ കരിമ്പിൻ്റെ കച്ചി വെച്ചിട്ടുണ്ട്, എന്നിട്ട് പുറമേ പ്ലാസ്റ്റിക് ഇട്ടേക്കുക. അപ്പോൾ നമ്മളെ മഹാരാഷ്ട്രയിലെ വീടെടുക്കാറായി. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടേ അറിയത്തില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഓരോ യാത്രയും ഒരുപാട് അറിവുകൾ അല്ലേ, വ്യത്യസ്തമായ അറിവുകൾ. നമ്മൾ മേഘാലയക്ക് പോയപ്പോൾ കിട്ടിയ അറിവുകളൊന്നും അല്ല ഇപ്പം ഇങ്ങോട്ട് പോയപ്പോൾ കിട്ടിയത്. അതെ, അപ്പോൾ ഓരോ സ്ഥലത്തേക്കും പോകുമ്പം വളരെ വ്യത്യസ്തമായ കാഴ്ചകളും അറിവുകളും ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ കൃഷിക്കാർ വന്ന് നിൽക്കുന്ന അല്ലേ. അതെ അതെ അതെ. എനിക്കൊന്ന് കരിമ്പ് അവർ തന്നെ വെട്ടി അവരുടെ വണ്ടിയെ തന്നെ ഉണ്ടായി കമ്പനി കൊണ്ട് കൊടുക്കുന്നതിന് ഒരു പൈസ ആയിരിക്കും, അങ്ങനെ വല്ലതും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് വണ്ടികൾ തന്നെ അവരുടെ ആണല്ലോ, കാളവണ്ടികളെല്ലാം. കാളവണ്ടി അവരുടെയാ, കാളയെ അവരുടെയാ. അതെ, വാല് ഇഷ്ടംപോലെ കരിമ്പ് വണ്ടികൾ പോകുന്നുണ്ട്. മുന്നോട്ട് നോക്കി. അതെ, മുന്നിലെങ്ങാണ്ട് വേറെയും കരിമ്പ് ഫാക്ടറി ഉണ്ട്, ഷുഗർ ഫാക്ടറി കണ്ടോ. അതെ, ആ ഷുഗർ ഫാക്ടറിയിലേക്ക് വന്ന കരിമ്പ് വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് എന്തോരം വണ്ടികളാണ് കിടക്കുന്നതെന്ന്. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ കണ്ട് തന്നെ ഉണ്ടോ, അതുപോലെ വണ്ടി വരുന്നതാണ് ഇവിടെ. അപ്പോൾ ഇറക്കിയിട്ട് പറഞ്ഞാൽ തന്നെ നല്ല സമയം എടുക്കും. അത് ട്രാക്ടർ കിടക്കുന്നതാണ്. ഈ ഫ്രണ്ടിലൂടെ നോക്കിയേ, കാളവണ്ടിയൊക്കെ വന്ന് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ല അതുപോലെ താമസിക്കുന്നവർ. പക്ഷേ അത് ഇവര് കൃഷിക്ക് വേണ്ടിയിട്ട് വന്ന് അങ്ങനെ താമസിക്കുന്നവരെ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഉള്ളവരത്. വെയിൽ കാരണം അങ്ങോട്ട് നോക്കാൻ തോന്നില്ല. ആ വണ്ടിയെ കണ്ടോ, ട്രാൻസ്ഫോമർ ആണെന്ന് തോന്നുന്നു. ആ വണ്ടിയെ 2 സ്റ്റെപ്പായിട്ട് നിറച്ച ആടാ. ഈ വഴിക്കേ എല്ലാം നല്ല എമൗണ്ട് ആട്ടോ, 570 രൂപ. ഇവിടെ ഈ ബോഗൺവില്ല നിൽക്കുന്നത് എത്ര കളറാണെന്നേ. അതുപോലെ അത് വെട്ടി പരിപാലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഇതുണ്ടല്ലേ, ഈ കളറൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ട്. ഇതിപ്പോൾ മഴവില്ലിന് 7 കളറെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ അതിൽ കൂടുതൽ കളറെന്നാണ് തോന്നുന്നത്. പഴയ പണ്ടത്തെ പാലം കണ്ടോ, എപ്പോൾ ഇതിലെ വന്നാലും എടുക്കാൻ തോന്നും അല്ലേ. നല്ല രസമുണ്ട്. ആ അമ്പലം കണ്ടോ അല്ലേ, പല കളർ അടിച്ച്. അതായത് ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നില്ലായിരുന്നു അല്ലേ. ഇതൊരു വ്യത്യസ്തമായ ഒരു ഇതല്ലേ. അപ്പറേ ഒരെണ്ണം കണ്ടത് അതുപോലെ. വേറെ ഏതോ വണ്ടിയുടെ പുറകിലിടിച്ച നല്ല ഐഡിയ കേട്ടോ. ഇപ്പോഴേ ആ ഇടിച്ച വണ്ടിയുടെ ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നല്ലേ. ഡ്രൈവർക്കൊന്നും പറ്റി കാണാനില്ല. ഈ ഘാട്ട് നേരത്തെ എല്ലാം നമ്മൾ രാത്രിയിലാണ് പോയിക്കൊണ്ടിരുന്നത്, പകലാദ്യം വരികയെന്ന് തോന്നുന്നില്ലേ. നേരത്തെ സന്ധ്യക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, വെളുപ്പിനെയൊക്കെ. ഇവിടെയും പോലീസുകാരുണ്ട്. പോലീസുകാർ കണ്ടമാനം വരുന്നുണ്ട് ഈ വഴിക്ക് കേട്ടോ. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അല്ലേ. ഈ വഴി വരുമ്പോഴേ ടോള് നല്ല ചെലവുണ്ട്, പോലീസുകാരും കൂടുതലുണ്ട്. എല്ലായിടത്തും നിപ്പുണ്ട്. കാർഡ് സിസ്റ്റമാ. ചോദിക്കുന്നത് ഓരോ മാസത്തിന് കാർഡ് തരിക. ഈ കാർഡ് സിസ്റ്റം ഈ മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളൂ. കാർഡ് മഹാരാഷ്ട്രയിലേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. അതായത് അവരുടെ ഏരിയയിൽ കൂടെ കടന്നു പോകുന്നതിന് 1 മാസത്തേന് ഒരു ഇത്ര രൂപ പടി കൊടുക്കുക. എന്നിട്ട് 1 മാസത്തേന് എഴുതി തരും. ഇപ്പോൾ 1-ാം തീയതി തരുന്നെങ്കിൽ അടുത്ത 30-ാം തീയതി വരെ അല്ലെങ്കിൽ 31-ാം തീയതി വരെ അതിനൊരു പൈസ. ഇപ്പോൾ 250-300 ആയിരിക്കും ഇപ്പം ഒരു സ്റ്റേഷൻ പരിധിയിൽ പാസ്സായിപ്പോൾ തന്നെ. അങ്ങനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും നിൽക്കുക പോലീസുകാർ വഴിയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വന്നപ്പോൾ കാണാഞ്ഞതേ എല്ലാം നമ്മൾ രാത്രിക്കാണ് ഇവിടെ പോയത്, പാസ്സായി പോയത്. അതുകൊണ്ടാണ് രാത്രിയിലല്ലേ, പകലേ ഉള്ളൂ. നമ്മളെ ഇപ്പൊ രാജസ്ഥാനിലോട്ട് അങ്ങോട്ട് പോയപ്പോഴേ ആ സൈഡിൽ നിന്നാ മഹാരാഷ്ട്ര പോയിട്ട് ഇത്രയും ശല്യമില്ലല്ലോ. അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞാലേ പഴയ ഇപ്പൊ ഒരുപാട് വണ്ടികൾ ഓടുന്ന ലൈനായത്.
ഈ സൈഡിലേ ഉള്ളൂ. അവിടെ ഒന്നും അങ്ങനെ പിരിവൊന്നും കണ്ടില്ല. കണ്ടില്ല. ആദ്യം പോലീസുകാരെ മിഷനേൽ വണ്ടിയുടെ ഫോട്ടോയും കൂടെ എടുത്തിട്ടാ, എന്നുവെച്ചാൽ നിർത്താൻ അതിന് തക്കതായ ഏതെങ്കിലും ഫൈനങ്ങ് ഓൺലൈൻ അടിച്ചു വിടും. എന്നിട്ട് അതാ ആദ്യം കാണിക്കുന്നത്, എന്നിട്ടാണ് പൈസ മേടിക്കുന്നത്. ആ സൈഡിലോട്ട് നോക്കിക്കേ, നമ്മുടെ കാറ്റാടിയുടെ ലീഫും ഉണ്ട്, അതിന്റെ ബാക്കി ഭാഗവും ഉണ്ട്. ഗോഡൗണാ? അതെ അതെ, ഓരോ പാർട്സും കിടപ്പുണ്ട്. എല്ലാ സാധനവും ഉണ്ട്, കാറ്റാടിയുടെ ഫുൾ സാധനമുണ്ട്. ഇതല്ലേ അവിടെ ഇറക്കുന്നോ കയറ്റുന്നൊക്കെ ഉണ്ട്. ട്രെയിലർ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കാറ്റാടി കൊണ്ടിരുന്നേ. ഇന്ന് രാവിലെ തൊട്ട് സൂര്യൻ ഈ സൈഡിൽ തന്നെ നിൽക്കുകയുള്ളൂ, അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നില്ല ഇന്ന്. ആ കാറ്റാടിയുടെ ഇവിടുത്തെ ഇവിടെ എല്ലാം ഒത്തിരി കാറ്റാടി ഉണ്ടാകും അങ്ങാകലെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഓരോ സ്ഥലത്തും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാറ്റാടികളായിരിക്കും. അതായിരിക്കും ഇവിടെ കൊണ്ട് മൊത്തം യാർഡിൽ ഇറക്കിയേക്കുന്നതെന്ന് തോന്നുന്നു. വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ ഈ ചോളത്തിനൊക്കെ. ചോളം കൊണ്ട് കടലയുണ്ട് അവിടെ. സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. അവിടെ യാർഡിൽ കാറ്റാടിയുടെ എല്ലാം ഇറക്കിയേക്കുന്നത് ഇതുണ്ട്. ഇവിടെ പോലെ കുറേ കാറ്റാടികളുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വയ്ക്കാനുള്ള കാറ്റാടികളായിരിക്കും. തുൽജാപൂർ ഭൂം 15 കുന്തൽഗിരി. നമ്മൾ അങ്ങോട്ട് പോയ വഴിയേ ശരിക്കും തമിഴ്നാട് വണ്ടി കൂടുതലും അതിലേ ഓടുന്നത്. ഈ കുറച്ച് വഴി മോശം ഉണ്ടാവും, കയറ്റമിറക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് ചിലവില്ല. ടോളും കുറവാ, പോലീസുകാരുടെ ശല്യമില്ല. അതുകൊണ്ടായിരിക്കും എല്ലാവരും അതിലേ പോകുന്നത് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ മരുഭൂമി പോലെ കിടക്കുന്നുണ്ടോ, ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നില്ലടോ. അതെ, അത് പുല്ലായിരുന്നു അവിടെ എല്ലാം, ഇപ്പം കരിഞ്ഞു പോയതാ. പുൽമേടായിരുന്നു, ചെറിയ ചെറിയ മുട്ടക്കുന്നും ചെറിയ പാറ അതുകൊണ്ടാ വെള്ളം ഒട്ടും നിൽക്കാത്തോണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞത്. പക്ഷെ മഴക്കാലത്ത് നല്ല രസമായിരിക്കും. അതെ, നമ്മൾ മഴയുള്ള സമയത്ത് ഇതുവഴി വന്നിട്ടുണ്ട്. ഇതാണല്ലോ ഈ വഴിയേ, നല്ല അടിപൊളി വഴിയാ. അതെ, ഒന്നും പറയാനില്ല, വലിയ തിരക്കുമില്ല, നല്ല ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു പോകാം. എല്ലാരും ഓടിപ്പോന്നു. നാടനാടത്. ഇവിടുത്തെ പുല്ലെല്ലാം കണ്ടോ കരിഞ്ഞു നിൽക്കുന്നത്. ഇനിയിപ്പം മഴ പെയ്യണം. എല്ലാം കടല കൃഷിയുണ്ടോ? ചോളം ഇപ്പൊ ഉണ്ടല്ലോ അതിനകത്ത്. ചിലതൊക്കെ ഉണങ്ങി നിൽക്കുന്നല്ലേ. സോളാപൂർ ദേശി ടോൾവേ ഉണ്ട്. ഇവിടെ ഒരു ഷുഗർ ഫാക്ടറി ഉണ്ട്. എന്തോരം കരിമ്പ് വണ്ടികളാണ് കിടക്കുന്നതൊക്കെ. ഈ സൈഡ് നമ്മൾ വരുമ്പോൾ ഇഷ്ടംപോലെ ഷുഗർ ഫാക്ടറികളുണ്ടല്ലേ. അതുണ്ടോ? അടുത്തുനിന്നൊക്കെ ഉള്ളതായി ട്രാക്ടറാണ് വരുന്നത്, ഒത്തിരി അകലേന്ന് വരുന്ന ലോറികൾ വരുന്നത്. അതെ, ചോറിന് കറി വെക്കാനേലും മേടിക്കണ്ടേ? കറി വെക്കാനേലും മേടിക്കാം. എവിടെയെങ്കിലും കടയുണ്ടോന്ന് നോക്കാം. ഡ്രൈവർ കടയുള്ളടുത്ത് വണ്ടി നിർത്തൂ. എവിടെയുണ്ടോ പോലീസുകാർ നിൽപ്പുണ്ട്? നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടില്ല. ഇവിടെ ആക്കിയാലും ഇവിടെ 385. ഈ ടോൾ പ്ലാസയുടെ എല്ലാം പേര് ഏത് ഷീറ്റ് ടോൾ പ്ലാസ? നമ്മൾ രാവിലെ തുടങ്ങിയിടം തൊട്ടേ ഔറംഗാബാദിൻ്റെ അവിടം തൊട്ട് ഇങ്ങോട്ട് എല്ലാം ഈ എന്തോ ഒരു വേറൊരു പ്രൈവറ്റ് ലിമിറ്റഡ്. അതെ അതെ, ടോൾവേസ് ലിമിറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് വണ്ടിക്കാരൊക്കെ അവിടെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയേക്കുന്നത്. ഈ കാറ്റാടിയുടെ ഇതിപ്പം അതിൻ്റെ തൂണായത്. ഇത് അവിടുന്നും വരുന്നുണ്ട്, ഇവിടുന്നും വരുന്നുണ്ട്. എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് ഒരു പിടിയില്ലല്ലേ. ഇതുണ്ടോ, ഇതിപ്പോൾ എത്ര എണ്ണമാണ് ഇവിടുന്ന് വരുന്നത്. ഇനി അങ്ങോട്ട് ഇറക്കാൻ ചെല്ലുന്നതാണെന്ന് അറിയത്തില്ല. ഇത് വേറെ കമ്പനിയാണ്, മറ്റേ വേറെ കമ്പനിയുടെ ആയിരുന്നു അവിടുന്നൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഒരു കമ്പനിയുടെ കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചത് ഇരുട്ടി. ഇവിടെ ഇഷ്ടംപോലെ വിൻഡുമില്ലുണ്ട് കേട്ടോ ഈ സൈഡിലെല്ലാം. കട തപ്പി ഇന്ന് രാത്രിയാവുമല്ലോ. ഹൈവേയിലൊന്നും നോക്കിയ കടകളൊന്നും കാണുകയല്ല. ഏതെങ്കിലും ജംഗ്ഷൻ നിർത്തിയിട്ട് ഉള്ളിലേക്ക് പോകേണ്ടി വരും. അവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ, താഴെ ലേക്കാന്ന് തോന്നുന്നു. വെള്ളം കെട്ടിക്കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ 385 രൂപ. ടോൾ എന്നാണല്ലോ ഇഷ്ടം പോലെ ഉണ്ട്, അതിനൊരു പഞ്ഞോ ഇല്ല. എന്നാലും ഇന്നത്തെ ആദ്യത്തെ ടോളായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. 700 എങ്ങാണ്ടായിരുന്നു. 785 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയ വഴിക്ക് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അതെ അതെ, അതിൻ്റെ കേട് തീർത്തുണ്ടല്ലോ ഇപ്പം. അതെ. അപ്പോഴേ ടോളിൻ്റെ അവിടെ പോയി നോക്കിയിട്ട് വന്നപ്പോൾ നല്ല വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പം ഏക്കാലും ഇവിടെ കുളിച്ച് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ചായ ബ്രോ ആദ്യമേ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് കഞ്ഞി ഇട്ടോട്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പം ഞങ്ങളും പോയി കുളിച്ചിട്ട് വരാമെന്നാണ്. ഇന്നേ കഞ്ഞി വെച്ചാൽ മതി, പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടിയാൽ മതി. അത് മതി, എളുപ്പമുണ്ട്. ബക്കറ്റും കപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോയേക്കാം. ഇപ്പോഴേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഏക്കാലും നല്ല സൗകര്യമായിരുന്നു കുളിക്കാൻ കേട്ടോ. നല്ല നീറ്റ് ടോയ്ലറ്റൊക്കെ ആയിരുന്നു. നല്ല വാഷ്റൂം. അവിടെ വാഷ്റൂം നോക്കാൻ ആളുണ്ട്, അതുകൊണ്ടാണ് നീറ്റായിട്ട് കിടക്കുന്നത്. അതെ.
പിന്നെ ഒത്തിരി പേരൊന്നും വന്ന് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും നല്ല ക്ലീൻ ആയിട്ടായിരുന്നു. ആ അതെ അതെ, യൂറോപ്പിനും ഇന്ത്യനും എല്ലാം ഉണ്ട്. നമുക്കേ കഞ്ഞി വെന്തു, ചായ ബ്രോ കഞ്ഞിയൊക്കെ ഇട്ടു. അപ്പോൾ കഞ്ഞിക്ക് ഇന്ന് കറി വെക്കാനൊന്നും കിട്ടിയില്ലോ. നമുക്ക് ഓരോ മുട്ടയൊക്കെ പൊരിച്ച് അച്ചാറൊക്കെ കൂട്ടിയും കഴിക്കാം. കഴിച്ചേക്കാം, എടുത്തോ. നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ്, എനിക്കിവിടെ നിന്നിട്ട് തണുക്കുന്നു. സവാള മാത്രം ഇച്ചിരി ഇട്ടാൽ മതിയല്ലോ, ഉള്ളിയൊന്നും പൊളിക്കുന്നില്ല. ഉള്ളിയൊന്നും വേണ്ട, സവാള മാത്രം മതി. ആ, മുളകും ഇടുന്നില്ല കേട്ടോ. മുളക് അത്രയും കൂടെ വേണ്ട. ആഹാ, മുളകൊക്കെ ഉണ്ട്. ശരിക്കും കഞ്ഞി വെച്ചേക്കുന്നോണ്ട് ആ അച്ചാറും കഞ്ഞി മതി. അച്ചാറാണേലും മതി. വെളിച്ചെണ്ണയൊക്കെ അവിടെ ആയിരുന്നപ്പോഴേ ഉറഞ്ഞിരുന്നുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ അതൊക്കെ ഉരുകിയിരിക്കണ്ടോ. ഇനി റൊട്ടിക്കടയും തപ്പി പോകാൻ സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാം കേട്ടോ. മുട്ട പൊരിച്ചേക്കാം. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പോലെ കറിയല്ലേ, അത് മതി. കഞ്ഞിക്കധികം കറി വല്ലതും വേണം. അതെ, കഞ്ഞി കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്താ ടേസ്റ്റ് കഞ്ഞിക്കൊക്കെ. അതെ അല്ലേ. ആ, ഇങ്ങനെ വല്ലപ്പോഴും കഞ്ഞിയാണേലും തരാവുള്ളൂ. മുട്ടക്കൊക്കെ നല്ല ടേസ്റ്റ്. അതല്ലേ. അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റ്. ആ, വീട്ടിലാണെങ്കിൽ ചമ്മന്തിപ്പൊടി ഒന്നും ഇറങ്ങുകയല്ലോ. കൂട്ടുന്നല്ല. ആ, അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴേ അതിനൊക്കെ ടേസ്റ്റ് വരത്തുള്ളൂ. അതെ അതെ, വീട്ടിലേ തരാതരം 3-4 കറിയും ഒക്കെ കൂട്ടി എപ്പോഴും കഴിക്കുന്നുണ്ട്, ടേസ്റ്റ് ഇല്ലാത്തത്. അതന്നെയല്ലേ, നമ്മളെ ഫുഡ് വെച്ചിട്ട് 2-3 ദിവസം ആയില്ലേ, അതാണ് പ്രശ്നം. അപ്പം ഇനിയിപ്പോഴേ വീട്ടിലും ഇങ്ങനെയൊക്കെ തരുന്നുള്ളേ. ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയി കഴിച്ചോ, എന്നിട്ട് വല്ലപ്പോഴും വീട്ടിൽ നിന്ന് തരാം. അതെ. ഷോളാപ്പൂരാ. ഷോളാപ്പൂരിന്ന് എങ്ങോട്ടാ? ബീജാപ്പൂർ. ബീജാപ്പൂരിന്നോ? ഹുബ്ലി. ആ, വഴി അറിയാലോ അല്ലേ? ആ, വഴി അറിയാം. ഇവിടെ വണ്ടി കുറവാണല്ലേ, ചെക്ക് പോസ്റ്റ് ചെല്ലുമ്പോൾ വണ്ടി കാണും. ആ, തിരക്കായിരിക്കും. കുളിച്ചപ്പോഴേ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറിയല്ലേ, ഒരു ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു. നല്ലൊരു സുഖമായല്ലേ. ആ, ഇച്ചിരി കളറും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈറ്റോള് തീർന്നോ? ഏകദേശം ഈറ്റോള് അതിൻ്റെ ഇവിടെ വരെ ആയിരുന്നു, തീർന്നു. എവിടെ? ഔറംഗാബാദ് തൊട്ട് ഇവിടെ വരെ ഉണ്ടായിരുന്നു. ആ, ഷോളാപ്പൂര് വരെ. ആ, ഇപ്പോഴേ ഇവിടുന്ന് ബിജാപ്പൂര് 103 കിലോമീറ്റർ റൈറ്റിലേക്ക്, ആ പാലത്തിൻ്റെ അപ്പുറത്തൂടെ. ആ, അവിടെ വന്നപ്പോഴല്ലേ ഇത് എഴുതി വെച്ചേക്കുന്നേ. ആ, പുറയിലൊന്നും ബോർഡില്ല, ഒന്നുമില്ല, അത് ചെറിയൊരു ബോർഡ് മാത്രം, ഒരു ആരോ മാർക്ക് വിട്ട്. ഇതേ പൂനെ ഹൈദരാബാദ് റോഡായത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് മാറി കയറി പോകണം കേട്ടോ ബിജാപ്പൂരിന്. ഇനി എവിടെ ചെന്നിട്ടാണോ തിരിയുന്നത്? കുറച്ച് പോയിട്ട് ബോർഡ് കാണും അങ്ങോട്ടേലും. അതെന്നോ കാണുമായിരിക്കും. ഷോളാപ്പൂർ ടൗണിലേക്ക് പോകുന്ന വഴികളാണ് അതൊക്കെ. നൈറ്റ് സർവീസ് ബസ്സുകൾ നോക്കി എത്ര എണ്ണമാണെന്ന്. ഇതുണ്ട് വിജയാപുര 110 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്. നേരത്തെ ഒരു ബോർഡോടെ വെക്കാനുള്ള ഇവിടെ വെച്ചേക്കുന്നത്. ഈ വഴി നേരെ പൂനെക്ക് പോകും. നമുക്ക് ആ മോളിൽ കണ്ടോ വണ്ടി പോകുന്നേ, ആ ഹൈവേ കൂടെ പോകണ്ട, ലെഫ്റ്റിലേക്ക് പോട്ടെ. ദേ ആട് വണ്ടി നോക്കിയേ, എന്താടാന്ന് നോക്കിയതല്ലേ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ആ വഴി ചെന്ന് ആ ലാസ്റ്റിൽ ചെന്ന് ആ വഴി തീർന്നിട്ട് ലെഫ്റ്റിൽ ഇങ്ങനെ കറങ്ങി ഇറങ്ങി താഴത്തെ റോഡിലേക്ക് പോവാ. മനസ്സിലായിരുന്നു? മുന്നേ പോയിട്ട് പിന്നെ ഒരു തിരിവൂടുണ്ട്. ഇവിടെ അത്യാവശ്യം വേണ്ട സ്ഥലത്തൊന്നും ബോർഡ് എഴുതി വെച്ചിട്ടില്ല. ചെറിയ ബോർഡുകളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. മെയിൻ ഒരു തിരിവല്ലേ ഈ റൂട്ടിലേക്ക് തിരിയുന്നേ, ബിജാപ്പൂർ റോഡിലേക്ക്. നല്ല സൂപ്പർ വഴിയല്ലേ. നല്ല വഴിയാ. അല്ല, ഇന്ന് മുഴുവൻ നല്ല വഴിയായിരുന്നല്ലോ. അതെ. സവാള വണ്ടിയാണല്ലോ, മറിയുമല്ലോ ചെയ്തു. ഇവിടെ മറിയുമല്ലോ ചെയ്തു. അത് എന്റെ സവാള പെറുക്കാണല്ലോ ആൾക്കാര്. സവാള വണ്ടി മറിഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം സവാള കിടക്കുന്നത്. വണ്ടിയൊന്നും കാണുന്നില്ല. മറിഞ്ഞ വണ്ടി കാണുന്നില്ല. അതെന്നാ സംഭവം നടത്തില്ല. വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇതന്നെ എനിക്ക് തോന്നേ ഇടിച്ച വണ്ടി മറിഞ്ഞ വണ്ടിയൊക്കെ പോയി കാണും സവാള കയറ്റി. അപ്പൊ അവിടെ പെറുക്കുന്ന ഇനി ആ വണ്ടിക്കാരാണോ ഇപ്പുറത്തെ വണ്ടിക്കാരാണോന്നൊരു സംശയമുണ്ട്. റൈറ്റ് സൈഡ് വണ്ടി നിർത്തി വെച്ചാ എന്നാ നടത്തില്ല, മനസ്സിലായില്ല. നോക്കിയേ എന്നാ ലോഡല്ലേ. കുഞ്ഞൊരു സാധനം, രണ്ടെണ്ണം ഉണ്ട്. ബാംഗ്ലൂർ 629, വിജയപുര 101. വഴിയെ വിജനമായി കിടക്കുന്നത്, വണ്ടികളില്ല. വണ്ടികൾ കുറവാണ്. രാത്രിക്ക് ഈ വഴി ഓടുന്ന ഒരു കുറവാണ്. അതാ വണ്ടി കുറവായിട്ടാണോന്നും അറിയില്ല കേട്ടോ. പണ്ടൊന്നും രാത്രിയിൽ ആരും ഓടുകയില്ലായിരുന്നില്ല കേട്ടോ. നല്ല സ്ഥലങ്ങളാണ്. ആ, ഷോളാപ്പൂരും ബീജാപ്പൂരും ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു. വളരെ മോശം സ്ഥലങ്ങളായിരുന്നു. ഇപ്പൊ അത്ര പ്രശ്നമൊന്നുമില്ല.
ഈ ക്യാമറയും കൊണ്ടേ ഇരുന്നിട്ട് കണ്ടില്ല, അവിടെ ഒരു മുയലിരുന്ന് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. അതെ, ഞാൻ വേണേ കുറച്ച് ഓടിക്കാം. ക്യാമറാമാൻ ഓടിക്കുന്നില്ലാത്തതുകൊണ്ട് ഒരേ നിർബന്ധം. ഇവിടെ എല്ലാം ബേർഡ് സാഞ്ചുറി എന്നും ഹോൺ പ്രൊഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ പക്ഷിയെ പോലും നമ്മൾ പകല് വരുമ്പോഴും കാണാറില്ല. കാറ്റാടിയുടെ ലീഫ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കണ്ടോ? എന്നാ നീളം നോക്കിയാ ട്രെയിൻ പോകുന്ന പോലെ ഉണ്ടല്ലോ ഇത്. തീർന്നില്ല. പുറയിലൊരു ജീപ്പും ഉണ്ട് എസ്കോർട്ടായിട്ട്. ഇങ്ങനെ നോക്കുമ്പോ വലിയ വലിപ്പം ഉണ്ടെന്ന് തോന്നുകയല്ലേ? അതെ. ഇവിടെ എത്രയായിരിക്കും തലവര? നോക്കണം, എത്ര നോക്കാം. 415 തോന്നുന്നു. ഇതുകൂട്ട് വണ്ടികളെല്ലാം ഈ രാത്രി പോകാനായിട്ട് കിടക്കുന്നതായിരിക്കും അല്ലേ? ഇത് വലിയ ട്രാൻസ്ഫോർമർ ആയിരിക്കും. അപ്പോൾ നമ്മള് മഹാരാഷ്ട്രയുടെ ആർടിഒ ചെക്ക് പോസ്റ്റിലായി. ഇന്ന് വണ്ടികളൊക്കെ കുറവാട്ടോ. വണ്ടികൾ കുറവാ. ഈ സമയം ഇത്രയും സമയമായില്ല, 1 മണി 2 മണി ഞാൻ ടയറായി. മഹാരാഷ്ട്ര ബോർഡർ ആർടിഒ ചെക്ക് പോസ്റ്റാ. സ്ഥലപ്പേരനെ അവിടുത്തെ. ഇത് ഒരു ലൈനേ ഓപ്പൺ ഉള്ളായിരുന്നേ, ഇപ്പോൾ ഇത് ഇപ്പുറത്തെ ലൈനും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങോട്ട് മറിക്കും. വണ്ടി തീർത്ത് കുറവല്ലേ, അതുകൊണ്ടാ ഒരു ലൈൻ മാത്രമായിരുന്നു ഓപ്പൺ. നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ആണ് അവിടെ എഴുതി കാണിച്ചത്. 32 32 ഉണ്ട്. അത് തെറ്റാണ്. 860 ഇല്ല. ഇപ്പഴേ ഇവിടെ ഒരു നദിയുണ്ട് കേട്ടോ. അതാണ് പിന്നെ മഹാരാഷ്ട്രയും കർണാടകയുടെയും അതിർത്തി. അപ്പൊ മഹാരാഷ്ട്ര നമ്മളിപ്പോ തീർന്ന് കർണാടകയിലേക്ക് കയറും. ഇപ്പുറം മഹാരാഷ്ട്ര, അപ്പുറം കർണാടക. ഇതേ ഭീമാ റിവർ ആയിരുന്നു കേട്ടോ. ഉണ്ടോ? വെൽക്കം ടു കർണാടക. ഇപ്പൊ മഹാരാഷ്ട്ര തീർന്ന് നമ്മൾ കർണാടകയിൽ കയറി. കർണാടകയിൽ കൂടി. അതെ. വണ്ടികൾ വളരെ കുറവല്ലേ? വണ്ടികൾ രാത്രിത്തെ സമയമായില്ലേ, എല്ലാവരും രാവിലൊക്കെ നിർത്തിയിട്ട് കിടന്നുറങ്ങുക. ഇതുണ്ട് അങ്ങോട്ട് നോക്കിയേ, എന്ത് വണ്ടികളാണ് കിടക്കുന്നത് നോക്കിയേ. കർണാടകയുടെ ആർടിഒ ചെക്ക് പോസ്റ്റ് ആയോ? അതല്ലേ? അതെ. മുന്നല്ലേ ജൽക്കി ബോർഡർ ആർടിഒ ചെക്ക് പോസ്റ്റ്. ഹിന്ദിയോ? ഹിന്ദി. ഹിന്ദി സ്ഥലപ്പേരല്ലേ? കലാസംഗി. ചായ കുടിക്കുന്ന അവിടെ ചായക്കടയൊക്കെ ഉണ്ട്. ചായ കുടിക്കാം, ചായ വിളിക്കാം. 2 മണിയായെന്ന് തോന്നുന്നു. ഇപ്പം മഹാരാഷ്ട്രയൊക്കെ ഓടിത്തീർന്ന് നമ്മളിപ്പോൾ കർണാടകയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിജയപുരം എടുക്കാറായി. നാളെ നമുക്ക് കർണാടകയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.